ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അപ്സ ഫാമിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അക്വാറിയം പാരഡൈസിലാണ്. ഇത് ഫൺ വേൾഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള അക്വാറിയമാണ്. ഈ അക്വാറിയത്തിലാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് വേൾഡ് ടണൽ ഉള്ളത്. പിന്നെ ഇവിടെ ആണെങ്കിൽ കുറേ വലിയ മീനും ചെറിയ മീനൊക്കെ ഉണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ട്രീസും പ്ലാന്റ്സും എല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് ഗോൾഡൻ ഫിഷ്. നല്ല രസമാണ് ഇതിനെ കാണാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ആ വലിയ മീൻ. കുറേ വലിയ മീൻ ഇതുപോലത്തെ ഉണ്ടായിരുന്നു. പിന്നെ ഗായ്സ്, ഞങ്ങളൊരു ഒടിഞ്ഞൊരു മീനെയും ഞങ്ങൾ കണ്ടു. നല്ല നീറ്റായിട്ടാണ് ഇവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പുതിയതായിട്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നത്. പിന്നെ ഇവിടെ അക്വാറിയം മർമെയ്ഡ് ഷോസ് ഒക്കെ ഉണ്ട്. പക്ഷേ അന്ന് നമ്മൾ വീക്കെൻഡിൽ പോയോണ്ട്, നമ്മൾ വീക്കെൻഡിൽ വന്നുകൊണ്ട് തന്നെ തിരക്ക് കാരണം ഈ മർമെയ്ഡ് ഷോ ക്യാൻസലായി പോയായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രൈസ് വരുന്നത് അഡൽറ്റിന് 422 ആണ്. പിന്നെ കിഡ്സിന് 380 ആണ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇവിടെ കുറേ ഗോൾഡ് ഫിഷ് ഒക്കെ ഉണ്ട്. ഇതാണ് ഇൻഡോർ വാട്ടർഫാൾ ഉണ്ട്. അതിനകത്ത് കുറേ മീനുകളും എല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. ഈ ടാങ്കിനകത്ത് കുറേ വർക്കൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാന്റ്സും കുറേ ഗ്രൂട്ടിൻ്റെ ഒക്കെ വുഡിൻ്റെ ആർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഫർണിച്ചറൊക്കെ കുറേ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ചെറിയ ചെറിയ മീന്. ഈ മെയിൻ്റെകളൊന്നും പേര് അവർ എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അറിയാത്ത പേര്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ. പേരും കൂടെ എഴുതി വെക്കുകയാണെങ്കിൽ ഞാൻ നല്ലതായിട്ട് പറഞ്ഞേനെ ഗൈസ്. പക്ഷെ പേര് എഴുതി വെച്ചില്ല. നമുക്ക് ഇച്ചിരി നോളജ് കിട്ടാൻ വേണ്ടി അവർ പേര് എഴുതി വെച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ചിലപ്പോൾ അവർ പേര് എഴുതുമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഗ്രൂട്ടിൻ്റെ മറ്റു സാധനം ഫർണിച്ചറൊക്കെ നല്ല രസമാണ് അതിനെ കാണാൻ. ഇത് കണ്ടോ ഗൈസ്, കുറേ കളർ ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഫൈൻഡിങ് നീമോയിലെ മറ്റേ മീനാണ്. ഇതാണ് നമ്മളെ ജെല്ലി ഫിഷ്. ഇതിൻ്റെ തന്നെ ഒരു റൂം തന്നെ ഉണ്ടായിരുന്നു ജെല്ലി ഫിഷിൻ്റെ. ഈ കാണുന്ന എല്ലാ കണ്ടെയ്നറിനകത്തും ജെല്ലി ഫിഷാണുള്ളത്. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ റെയിൻബോ ഫിഷാണ് ഉള്ളത്. കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ ഈ ആംബിയൻസ് എന്ത് നല്ലതെന്നറിയാമോ. അതുപോലെ ടാങ്ക് ഡിഫറെൻറ്റ് ഷേപ്പിലാണ് അവർ വെച്ചേക്കുന്നത്, ഫിഷ് ടാങ്ക്സ്. നമ്മൾ ഇച്ചിരി കൂടെ നടന്നു പോകുമ്പോൾ അവിടെ അവതാറിനൊരു വലിയൊരു സാധനമുണ്ട്. ഇതാണെങ്കിൽ ഫുൾ ഇമാജിനറി വേൾഡ് തന്നെ നമ്മൾ പോകും. ഇവിടെ ആണെങ്കിൽ അവതാറിൻ്റെ മറ്റേ ബോട്ടും ടൈറ്റാനിക്കിൻ്റെ ബോട്ടും എല്ലാം ഉണ്ട്. ഇതാണ് ഇന്ത്യയുടെ ലോങ്ങസ്റ്റ് ടണൽ. നല്ല രസമാണ് ഗൈസ് ഇതിനകത്ത് വാക്ക് ചെയ്ത് പോകാൻ. നമ്മളിങ്ങനെ കുറേ മീനുകളുണ്ട്.
യൂഷ്വലി ഇവിടെ മർമെയ്ഡ് കാണുന്നതാണ്, പക്ഷേ ക്രൗഡ് ആയതുകൊണ്ട് കണ്ടില്ല. അതുപോലെ ഇവിടെ മലയാളം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കല്ലിനകത്തൊക്കെ. വേറൊരു ലാംഗ്വേജ് ഇല്ല, വേറെ ലാംഗ്വേജ് കാണും, പക്ഷേ മെയിനായിട്ട് കന്നഡ ഇല്ലാതെ മലയാളമായിരുന്നു എഴുതി വെച്ചത്. കണ്ടില്ലേ ഗൈസ്, കുറേ മീനുണ്ട്. അതുപോലെ നമുക്ക് ലോട്ട് ഓഫ് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഇതാണ് നമ്മളുടെ റെസ്റ്റ് ഏരിയ. ഇവിടെ വന്ന് നമുക്ക് ഇരുന്നിട്ട് വല്ല കഴിക്കാനും ഐസ്ക്രീം സ്റ്റോൾസൊക്കെ ഉണ്ട്. അതിന് നമുക്ക് ഈ വ്യൂവും ആസ്വദിച്ച് നല്ലതായിട്ട് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. ടണലിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം കയറിയാൽ പിന്നെ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ച് തിരിച്ചു. ഗൈസ്, ഈ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക.